ബഹുമാനപ്പെട്ട എംഎൽഎ എത്തിയിട്ടുണ്ട്. ഒന്നാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മുഹമ്മദ് മുഹസിൻ അവരുടെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ മേഖല അവസാനിക്കാൻ പോവുകയല്ല. ഈ മേഖലയുടെ സാധ്യതകൾ വളരെ വലുതാണ്. അത് തുറന്നു തരാനുള്ള അവസരത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് സംഘടന എന്ന നിലയ്ക്ക് ശക്തമായി നിന്നാൽ തന്നെയാണ് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മുടെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, വലിയ പോരാട്ടമാണ് അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പൊ ആദ്യം എഡ്യൂക്കേറ്റ്, പിന്നെ അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ് എന്നാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. ഈ സമ്മേളനത്തിൽ വിളിച്ചപ്പോഴാണ് കുറച്ചധികം കാര്യങ്ങൾ. ഞാൻ നേരത്തെ നിയമസഭയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു, ഇടപെടുന്നു എന്നതിനപ്പുറത്ത് ലാബ് അറ്റൻഡർമാരടക്കമുള്ള പോസ്റ്റുകൾ, കൃത്യമായിട്ട് സൗകര്യങ്ങൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല. പിന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഉപകരണങ്ങളുടെ കസ്റ്റോഡിയൻസ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തുണ്ടായാലും ഉത്തരവാദിത്വം ഇൻസ്ട്രക്ടർക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു മേഖലയിലും ഇത്തരത്തിൽ ഇപ്പൊ പ്ലസ് ടുവിന്റെ ലാബിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവിടുത്തെ അധ്യാപകർക്ക് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരു ആക്ഷൻ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ സാലറി കൊടുക്കേണ്ടത് പ്ലസ് ടു അധ്യാപകരുടെ തുല്യമായിട്ടുള്ള സംവിധാനത്തിലേക്കാണ്. കാരണം ആ ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു അധ്യാപകരുടെ തുല്യമായിട്ട് മാറുകയും അതിനനുസരിച്ചുള്ള പരിശീലനവും സംവിധാനവും ഏർപ്പെടുത്തുകയും ആ സ്റ്റാറ്റസിലേക്ക് നമ്മളെ മാറ്റുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അത് കേവലം ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്ത് ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ പരിഹരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടുവിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനമായി അത് മാറിയാൽ അവൻ പ്ലസ് ടു കഴിഞ്ഞ ഒരു പരിശീലനം നേടി ആ ഒരു കഴിഞ്ഞിട്ട് അവന് ഡിഗ്രിക്ക് പോകണോ, അവന് വേറെ ഏതെങ്കിലും മേഖലയ്ക്ക് പോകണോ, ആ മേഖലയ്ക്ക് പോകാം. പോകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി, അല്ലെങ്കിൽ ഡൽഹിയിൽ പഠിക്കാൻ പോയി, എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി വേണം, എനിക്ക് ഈ മേഖല അറിയാം, അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും കൂടി കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഇനി അതല്ല കുറച്ച് കഴിഞ്ഞിട്ട് അവൻ എഞ്ചിനീയറിംഗിനാണ് പോകുന്നത്, അതിന് പോകാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനം ഇപ്പോൾ ലാറ്ററൽ എൻട്രി ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു സുഖമായിട്ടുള്ള രീതിയിലല്ല പോകുന്നത്. ഈ മേഖലയിൽ ആകെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ നിങ്ങൾ ഈ സംഘടന എന്ന നിലക്ക് ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ശക്തമായി മുന്നോട്ട് പോകാനും നിന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോ നിരവധി കാര്യങ്ങൾ, ഒരു ഓൺലൈൻ ട്രാൻസ്ഫർ പോലും സർക്കാരിന്റെ നയമാണ്. ഓൺലൈൻ ട്രാൻസ്ഫർ എല്ലാ മേഖലയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാതെ തന്നെ പല മേഖലയും ഓൺലൈൻ ട്രാൻസ്ഫർ വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം അത്തരത്തിൽ ട്രാൻസ്ഫർ താല്പര്യങ്ങൾ പല ആളുകളുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഈ മേഖലയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ട്രാൻസ്ഫർ ചില ആളുകളുടെ താല്പര്യത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനപ്പുറത്ത് കൃത്യമായി ഒരു സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ അതുപോലും നമ്മൾ ട്രൈബ്യൂണൽ പോയി ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നേടിയത്. അതായത് ഒരു സംഘടന ഉള്ളത് കൊണ്ടാണ് അത് നേടാൻ കഴിഞ്ഞത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ സൈലന്റായി ഇരുന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഒറ്റയ്ക്ക് ശബ്ദമിട്ടാലും ചിലപ്പോൾ നമ്മളെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ ഇല്ലാതെയോ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരുമിച്ച് നിന്ന് ഒരു ശബ്ദമായി മാറി അവകാശത്തിന് വേണ്ടി പോരാടിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ അവകാശം നേടിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നാളുകൾ ഈ മേഖല ഏറ്റവും പ്രയോറിറ്റിയോടുകൂടി കാണുന്ന ഒരു തരത്തിലേക്ക് മാറും. പുതിയ ജനറേഷന് ഏറ്റവും മികച്ച പരിശീലനം നൽകിക്കൊണ്ട് ഈ നാട്ടില് നമുക്ക് ഒരു നോളജ് ഇക്കോണമി ആക്കിയിട്ട് കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വിജ്ഞാനാധിഷ്ഠിതമായ ട്രെയിനിങ്ങിനെ മാറ്റി നിർത്താൻ കഴിയില്ല. വിജ്ഞാനാധിഷ്ഠിതമായ ഒരു സമൂഹമായി കേരളത്തെ മാറ്റി എടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാം നമ്പർ പ്രയോറിറ്റി നമുക്ക് നൽകേണ്ടി വരും. അത് എത്ര നിശബ്ദമാക്കപ്പെട്ടാലും അത് നമുക്ക് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അധികം വൈകാതെ സ്പെഷ്യൽ റൂൾ അമെന്റ്മെന്റ് നമുക്ക് അനുകൂലമായി വരും. അതിനുവേണ്ടി മിണ്ടാതിരിക്കുകയല്ല. ഇതുവരെ നമ്മുടെ ശബ്ദം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതുപോലെ തന്നെ തുടർന്നും ആ ശബ്ദവുമായി മുന്നോട്ട് പോവുക. അതിന്റെ ഗുണം മിണ്ടാതിരുന്നവരും ഈ പരിപാടിക്ക് വരാത്തവർക്കും കൂടി കിട്ടും. അതുകൊണ്ട് പരിപാടിക്ക് വന്നില്ലെങ്കിലും തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികളിലുള്ള ഭാഗമായി മാറുക. ഒന്നിച്ചു നിന്നാൽ ആർക്കും നമ്മളെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന വാക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ
ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർമാരുടെ തസ്തിക അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അതിലേക്കെല്ലാം അധികം വൈകാതെ കടക്കേണ്ടി വരും. സർക്കാരിന് തന്നെ കടക്കേണ്ടി വരും. കാരണം ഈ മേഖല അവഗണിക്കപ്പെടേണ്ട മേഖലയല്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ സംഘടനയെ പുലർത്താനും ഇല്ലാതെയാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ശക്തമായി നിന്നുകൊണ്ട് ഓൺലൈൻ ട്രാൻസ്ഫറും സ്പെഷ്യൽ അമെന്റ്മെന്റ് റൂളിന്റെ കാര്യത്തിലും അടക്കമുള്ള നിരവധി കാര്യത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്നതുപോലെ മുന്നോട്ട് പോവുക. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വരാനിരിക്കുന്ന തലമുറക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നമ്മളെ മാറ്റി നിർത്താതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വരാനിരിക്കുന്ന നാളുകളിൽ ഏറ്റവും ശക്തമായിക്കൊണ്ട് ITDAOക്ക് നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെബ്സൈറ്റ് ഇനോഗ്രേഷനാണ് നമ്മൾ നിർവഹിച്ചിരിക്കുന്നത്. ITDAയുടെ സേവനങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ നമുക്ക്